ജിന്നും സിഹറുമെടുത്തു പിടിച്ചിസ്ലാഹി പ്രസ്ഥാനത്തിൽ കുഴപ്പം വിതറിയതാരാണെന്നതോർക്കണേ. സലഫിയത്ത് തകർത്ത് തരിപ്പണമാക്കി ഇഖ്വാനിയത്ത് പകരമതാക്കി മാറ്റണമെന്ന മോഹമേ. ഇബ്നു അബ്ബാസിന്റെ പേര് അവിടെ ഉദ്ധരിച്ചപ്പോൾ ഇബ്നു അബ്ബാസ് എന്ത് പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ വായിക്കാൻ തയ്യാറാണ്, തെളിയിക്കാൻ തയ്യാറാണ്. ഇബ്നു അബ്ബാസ് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവിടെ വായിച്ചത് ഇല്ലെങ്കിൽ, അത് കളവാണെങ്കിൽ, അത് കിതാബിലില്ലെങ്കിൽ, അത് തഫ്സീറില്ലെങ്കിൽ നിങ്ങൾക്ക് പറയാം ഏത് തഫ്സീറാണോ ഞാൻ വായിച്ചത് ആ തഫ്സീർ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്, അല്ലാത്ത തഫ്സീറും കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാം ഒന്നിന് പിറകെ ഒന്നായി കാണിക്കാം, അത് ഞാൻ തെളിയിക്കാം. ഇബ്നു അബ്ബാസ് പറഞ്ഞു എന്ന് ഞാൻ പറയാത്തത് നിങ്ങൾ വെച്ച് കെട്ടേ ശരിയാവില്ല. പക്ഷെ വിചിന്തനം ദുർവ്യാഖ്യാനിച്ചു. ശിർക്കല്ല, വസിയത്തു ശിർക്ക് മാത്രമേ ആകൂ എന്ന് ഫൈസൽ മുസ്ലിയാർ വാദിച്ചു എന്നെഴുതി. അത് ശുദ്ധമായ കളവാണ്. ഒരു തിരുത്ത് അടുത്ത ലക്കത്തിലെങ്കിലും വിജയത്തിന് കൊടുത്താൽ അത്രയും നന്നായി എന്ന് കൂട്ടത്തിന് ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഇഹ്യാത്തുറാസ് പറഞ്ഞതുപോലെ അതേപോലെ ലോക സലഫികൾക്ക്, ലോക പണ്ഡിതന്മാർക്കാർക്കും തർക്കമില്ലെന്ന് ഇഹ്യാത്തുറാസ് പ്രഖ്യാപിച്ച ആ ആശയം ഫലാ ഖിലാഫ ഫീഹി ബൈന അഹ്ലിൽ ഇൽമി, അഹ്ലുൽ ഇൽമിനിടയിൽ അതിൽ തർക്കമില്ല. നേരെ വെച്ച എക്ടീഷന്മാർക്ക് തർക്കമുണ്ടാകാം, അഹ്ലുൽ ഇൽമിന് ആ വിഷയത്തിൽ തർക്കമില്ല. ആദർശത്തിൻ മുന്നിൽ തട്ടി തകർന്ന വാദം പലതില്ലേ, സമതീയത്തെന്നോലപ്പാമ്പ് ഓടി ഒളിച്ചത് കണ്ടില്ലേ. അതൊന്നും ഇവിടെ അല്ലേ, നമുക്ക് വേറെ നോക്കാതെ അതേ അതിനെപ്പറ്റി പറയാനുള്ളൂ. ഇവിടുത്തെ പ്രശ്നം എന്താ അറിയോ, ആലു ഷെയ്ഖ് ദുർവ്യാഖ്യാനിച്ചിട്ടില്ല, നിങ്ങളാ ദുർവ്യാഖ്യാനിച്ചത്. ആലു ഷെയ്ഖ് ദുർവ്യാഖ്യാനിച്ചിട്ടില്ല, നിങ്ങളാ ദുർവ്യാഖ്യാനിച്ചത്. ആലു ഷെയ്ഖ് പറഞ്ഞത് കാഫിർ ജിന്നിനോട് സഹായം ചോദിക്കുന്നത് ശിർക്കാണ് എന്നാണ്. മുസ്ലിം ജിന്നിനോട് സഹായം ചോദിക്കുന്നത് വസീലത്തു ശിർക്കാണ് എന്നാ പറഞ്ഞത്. ഈ ആലു ഷെയ്ഖ് ഈ ആയത്ത് ഉദ്ധരിച്ചാൽ അതിന്റെ അർത്ഥം ഈ ആയത്ത് മുസ്ലിം ജിന്നിനോടല്ല, മുസ്ലിം ജിന്നിനെയല്ല പരാമർശിച്ചതിന്റെ മുന്നിൽ ചെന്ന് പതറുന്ന സബബിയത്ത് വാദമേയുള്ളൂ. ഇസ്തിംതാഇല് ഇസ്തിയാനത്ത് പെടും. ശിർക്കായ കാര്യമാണ് പരസ്പരം ഉപകാരം എടുത്തതെങ്കിൽ അത് ശിർക്കാണ്. ശിർക്കല്ലാത്ത ശിർക്കിലേക്ക് നയിക്കുന്നതാണെങ്കിൽ അത് ശിർക്കല്ലാത്ത ഇസ്തിംതാ ആണ്. അതേപോലെ തന്നെ ഹറാമാണ്. പിശാച് ദുർബോധനം നടത്തി ചെയ്യുന്നതെങ്കിൽ അത് ശിർക്കുമല്ല, നേരെ മറിച്ച് ഹറാമായ കാര്യമാണ്. ഇങ്ങനെ ചെയ്യുന്ന കാര്യത്തിന് സ്വഭാവമനുസരിച്ച് വ്യത്യാസപ്പെടും. ഇസ്തിംതാഇന്റെ വൈവിധ്യങ്ങളെപ്പറ്റി നമുക്കിടയിൽ തർക്കമുണ്ടായിട്ടില്ല. നേരെ മറിച്ച് അത് മറ്റത് മറച്ചു വെക്കാൻ ഈ ചോദ്യം കൊണ്ട് അത് കഴിയൂല. പണ്ടൊരു മൗലിയാര് മിമ്പറിന്റെ മോളിന്ന് വുളു മുറിഞ്ഞു ഉറക്കെ, അപ്പൊ മൂപ്പര് ഇപ്പൊ ആരെ ഉദവ് മുറിഞ്ഞ സലഫി ഒന്നാകെ മുറിഞ്ഞു, ഉദവ് മാത്രമല്ല കുളിയും മുറിഞ്ഞു. ഇവിടെ എല്ലാം മുറിഞ്ഞു. കാരണം എന്താ, ഇപ്പൊ മൂപ്പര് വായിച്ച എന്താ, കാഫിർ ജിന്നാണോ ശിർക്ക്, മുസ്ലിം ജിന്നാണോ വസിയത്തു ശിർക്ക്. ഞങ്ങൾ വരെ അത്ര പറഞ്ഞിട്ടില്ല. ഇതേ ആവശ്യം അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. അബ്ദുറഹ്മാൻ സലഫി തന്നെ പറഞ്ഞു, കാഫിർ ജിന്നാണോ ശിർക്ക്, മുസ്ലിം ജിന്നാണോ വസിയത്തു ശിർക്ക്. അതാണ് ആലു ഷെയ്ഖ് പറഞ്ഞത്. അതല്ലേ ഞാൻ പറഞ്ഞപ്പോ ദുർവ്യാഖ്യാനം. മൂപ്പർ പറഞ്ഞപ്പോഴോ ആലു ഷെയ്ഖ് പറഞ്ഞപ്പോ എവിടുന്നാ ഞങ്ങൾ പുറത്താക്കാന്ന്, കേരളം മെമ്പർഷിപ്പ് ഉണ്ടെങ്കിൽ അല്ലേ പുറത്താക്കുക. മെമ്പർഷിപ്പിന് പുറത്താക്കുമെന്നല്ല ചോദിച്ചത്. അടുത്ത സമ്മേളനത്തിന് വിളിക്കണ്ട, നിങ്ങൾ ഓർഡർ ഇടി. ആലു ഷെയ്ഖ് സലഫില്ല എന്ന് പറയും, ആലു ഷെയ്ഖ് ജിന്നൂരിയ എന്ന് പറയും. സാലിസ് പറഞ്ഞപ്പോലെ പറയാൻ ധൈര്യം കാണിക്ക്. എന്താ ആലു ഷെയ്ഖ് തോട്ട് കയറി എന്ന് സാലിസ് പറഞ്ഞു. കാരണം ഓൻ അത്രേ ബുദ്ധിയുള്ളൂ എന്നാ അത് നിങ്ങൾ പറയും. അതെന്തെങ്കിലും പറയാത്തത്? അപ്പൊ ഏതാണ് രണ്ടാമത്തെ ചോദ്യം മൂപ്പൈ ഷെയ്ഖ് കൊണ്ടിട്ടുണ്ട്. കൊണ്ടുപിടിച്ചിസ്ലാഹി മക്കൾ തന്നെ ആദർശത്താൽ നേരിട്ടു. അത്ഭുതമായ വളർച്ചകളാൽ ഇസ്ലാഹി ആദർശങ്ങൾ തുളഞ്ഞുകേറി ഖുറാഫാത്തിന്റെ കൂട്ടമിൽ. അല്ലാഹുമ്മ ലക്കൽ ഹംദു അലാ കുല്ലി ഹാൽ. കഴിഞ്ഞ 10 മാസക്കാലമായി നാടുനീളെ പ്രചരിപ്പിച്ച ഖുർആനായി ദുർവ്യാഖ്യാനിച്ചുവെന്ന ആരോപണവും അതിനു മുമ്പേ തുടങ്ങി വെച്ച ശിർക്കാരോപണവും
അതിലാ കോടിത്തര സംഭവത്തിൽ ഈ നാസസുല്ലമി കൊണ്ടുവന്ന സബബവാദം പൊട്ടിപ്പൊളിഞ്ഞതുപോലെ, സഖാഫിമാർ കൊണ്ടുവന്ന സ്വമതിയത്ത് പൊട്ടിപ്പൊളിഞ്ഞതുപോലെ സലഫി ഏറ്റെടുത്ത ആ ആരോപണവും ഇതാ ഇവിടെ പൊട്ടിപ്പൊളിഞ്ഞ് തകർന്ന് തരിപ്പണമായി മാറിയിരിക്കുന്നു. അതിന്റെ ആക്രോശമാണ് ഈ അവസാന സമയത്ത് പോലും കേട്ടത് എന്ന് ബുദ്ധിയുള്ളവർ മനസ്സിലാക്കട്ടെ. ഇന്ന് ഈ സംവാദം തുടങ്ങിയത് മുതൽ നിങ്ങൾ ചെയ്ത ദുർവ്യാഖ്യാനങ്ങൾ എണ്ണി എണ്ണി ഞാൻ പറഞ്ഞു. ഇന്ന മദാലിക്കും ശൈത്വാൻ യുഖവിഫു ഔലിയാഹു ഫലാ തഖാഫുഹും വഖാഫൂൻ എന്ന ആയത്തിന് ചേകന്നൂര് വെച്ച അർത്ഥം, സലാം സലമി വെച്ച അർത്ഥം, സാക്ഷാൽ ദുർവ്യാഖ്യാനം ഈ അബ്ദുറഹ്മാൻ സലഫി നടത്തിയത് ഞാൻ വായിച്ചു, ഞാൻ ഇവിടെ കേൾപ്പിച്ചു. ഞാൻ ഇവിടെ പറഞ്ഞു, അദ്ദേഹം മിണ്ടിയില്ല. അതേപോലെ ഇയ്യാക നഅ്ബുദു ഇയ്യാക നസ്തഈൻ എന്ന ആയത്തിലെ ഇസ്തിആനത്തിന് എം അക്ബർ സാഹിബിനെ കൊണ്ട് ദുർവ്യാഖ്യാനിപ്പിച്ചത് നിങ്ങളൊക്കെ കൂടിയാണ് എന്ന് ഞാൻ ഇപ്പോഴും മനസ്സിലാക്കുന്നു. അതേക്കുറിച്ച് ഞാൻ പറഞ്ഞു, നിങ്ങൾ മിണ്ടിയില്ല. ഇന്നാ നഹ്നു നസ്സൽനാ ദിക്റ വ ഇന്നാ ലഹു ലഹാഫിദൂൻ എന്ന ആയത്ത് ഈ സംഘടനയെ അല്ലാഹു ഇറക്കിയതാണ് എന്ന് അർത്ഥം വെച്ച് ദുർവ്യാഖ്യാനിച്ചു. നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ 2 പ്രാവശ്യം ഞാൻ പറഞ്ഞു, നിങ്ങൾ മിണ്ടിയില്ല. വമാഹും ബിളാരിന ബിഹി മിൻ അഹദിൻ എന്ന ആയത്ത് ഇല്ലാ ബിഇദ്നില്ല കട്ടുമുടിച്ചിട്ട് ദുർവ്യാഖ്യാനിച്ചു കെ വി അബ്ദുൽ ലത്തീഫ് മൗലവി. നിങ്ങൾ മിണ്ടിയില്ല. അതേപോലെ താടിയെയും ഇസ്ലാമിക വേഷത്തെയും പരിഹസിച്ച നിഅ്മത്തുല്ലാ ഫാറൂഖി എന്ന നിഅ്മത്തില്ലാത്ത ഫാറൂഖിയെ പറ്റി ഞാൻ പറഞ്ഞു, നിങ്ങൾ മിണ്ടി. അതുകൊണ്ട് അൽഹംദുലില്ലാഹ് ഇതൊരു മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സംവാദ ചരിത്രങ്ങളിൽ ഒരു വെള്ളി നക്ഷത്രമായി, ഒരു മിന്നുന്ന താരകമായി ഇൻഷാ അല്ലാഹ് ഈ സംവാദം മാറും. പത്തപ്രിയ ചെയ്യാ റബ്ബേ തൗഹീദിനെ സഹായിക്കണേ, തൗഹീദിനെ ആളുകളെ സഹായിക്കണേ, റബ്ബ് സ്വീകരിക്കുമാറാവട്ടെ എന്ന് ഞങ്ങളും കൂടിത്തരുന്നു. പക്ഷേ ആലോചിക്കണം, ലോകത്ത് പല ദുആകളും തിരിച്ചടിച്ചിട്ടുണ്ട്. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് അബൂജഹൽ ബദർ പ്രാർത്ഥിച്ചു, റബ്ബേ ഹക്കിന്റെ ആൾക്കാരെ സഹായിക്കണേ, അല്ലാഹ് സഹായിച്ചു. സലഫില പ്രാർത്ഥിക്കുന്നു, തൗഹീദിനെ സഹായിക്കണേ, റബ്ബ് സഹായിക്കും. സംശയമില്ല, റബ്ബ് ദുആ സ്വീകരിക്കുമാറാവട്ടെ. അദ്ദേഹത്തിനെതിരെ വന്ന കേസുകൾ കള്ളക്കേസുകളാണെങ്കിൽ അല്ലാഹു അതിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും ചെയ്യുമാറാവട്ടെ.